റെയ്ഡിനെത്തുന്നതിന് തൊട്ടുമുൻപേ വീട്ടിൽ നിന്ന് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പു കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടതായി ഇ.ഡി. ഉദ്യോഗസ്ഥർ. കറുത്ത മഹീന്ദ്ര ജീപ്പിലാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ഹൈറിച്ച് ഉടമ പ്രതാപൻ, ഭാര്യ സീന, ഡ്രൈവർ സരൺ എന്നിവരാണ് രക്ഷപ്പെട്ടതെന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതീവ രഹസ്യമായാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ തൃശൂരിലെ വീട്ടിൽ റെയ്ഡ് പ്ലാൻ ചെയ്തത്. പക്ഷേ അവർ എത്തിയപ്പോഴേക്കും പ്രതികൾ അവർക്ക് മുന്നിലൂടെ രക്ഷപ്പെട്ടു. പ്രതികളെ പിടികൂടാനായി തൃശൂർ പോലീസ് കമ്മീഷണർക്ക് സഹായം തേടി ഇ.ഡി. ഉദ്യോഗസ്ഥർ കത്തു നൽകിയിട്ടുണ്ട്. 100 കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചെയർപേഴ്സൺ ശ്രീലാലൻ തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത്. 1,63,000 ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത്. ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാത്ത നിക്ഷേപം സ്വീകരിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടന്നത്. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് കേസ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് കേരളത്തിലാകെ 78 ശാഖകളും ഇന്ത്യയിലൊട്ടാകെ 680 ശാഖകളുമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട്.